ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുന്ദരി ഒരു സ്ഥലത്തുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? എവിടെയാ? ഇവിടെ അടുത്താ, ചിറ്റൂർ റോഡിലാ. ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അവൾ അവിടെ ഉണ്ടെന്നാ പറഞ്ഞ. വിട്ടുകളഞ്ഞ പ്രശ്നം. നമുക്ക് പോവാം ഗോപാലമാമ. എന്തായാലും അവരെ കണ്ടല്ലേ പറ്റൂ. അമ്മയ്ക്ക് സന്തോഷായില്ലല്ലേ? മുത്തശ്ശി, ഇപ്പൊ സമയം 10:35. 10:45 മുതൽ 11:15 വരെയാ മുഹൂർത്തം. അതെ, എങ്കിൽ ചടങ്ങ് തുടങ്ങാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. മോൻ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വര, നവീന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടിയെ കാക്കണേ. ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത്. സുന്ദരി അവിടെ ഉണ്ടെന്നാ പറഞ്ഞ്. നമുക്കിവിടെ നിൽക്കാം. ഞാനൊന്ന് നോക്കിട്ട് വരാം. സിത്താര, ചടങ്ങ് തുടങ്ങാൻ നേരമായി. ഗാതമോൾ എവിടെ? ഗാഥാ മാഡം കാറിലുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി കേറിയതാ. ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. മോളെ, ആ കാറുകൾ കിടക്കുന്ന സ്ഥലമല്ലേ? സുന്ദരി അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് മോളെ നോക്ക്. ഇയാൾ ഇവിടെ വന്നോ? ഒരു മിനിറ്റ്. എന്തു പറ്റി മേഡം? മോള് കാറിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. മമ്മി. ആ, ഉയ്യോ. കാറിലുണ്ടാവെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു മമ്മി. ഗാഥ, സമയമായി. പ്ലീസ് കം. വാ. ഗോപാലമാമ, അതെ, ഇവിടെ നിൽക്കുന്ന പ്രശ്നമാ. ദോ, ആ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? അയാൾ എന്നെ കണ്ട കയ്യോടെ പിടിക്കും. അത് മാത്രല്ല, ദേ അവിടെ സിത്താരമ്മയുടെ ഉണ്ട്. മോളെ, ഏതായാലും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ വരെ വന്നില്ലേ? സുന്ദരിയെ കണ്ടുപിടിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എനിക്ക് വയ്യ. മോള് നോക്കിക്കോ, ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഔപചാരികമായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. കളരിക്കൽ ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നടക്കുന്ന ഒരു ഇനാഗ്രേഷനാണിത്. മുത്തശ്ശി മറ്റുള്ളവരും ചേർന്ന് വിളക്ക് കൊടുത്തു. സിതാര മാം റിബൺ കട്ട് ചെയ്യണം. ഗാഥ സ്വിച്ച് ഓൺ ചെയ്യും.
ഇതാണ് നമ്മുടെ ചടങ്ങ്. മുത്തശ്ശി വരും. അച്ഛാ, എല്ലാ ആചാരങ്ങളും നന്നായി നടക്കട്ടെ. സുന്ദരി ചേച്ചി എവിടെയുണ്ടെന്നായി പറയുന്നേ? ഇനി സുന്ദരി ചേച്ചി എന്നെ കണ്ടിട്ട് പുറകുവശത്ത് എങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവോ? നവീൻ, ഗാഥ പ്ലീസ്. വാ. ഗാഥ സ്വിച്ച് ഓൺ ചെയ്യും.